പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരിയേഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന ടോപ്പിക്കാണ്. കമ്പ്യൂട്ടർ സയൻസ് ടീച്ചേഴ്സിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എല്ലാ ആസ്പെക്റ്റുകളും ഡിസ്കസ് ചെയ്യുക. കമ്പ്യൂട്ടർ സയൻസ് എന്താണ്, അതിൻ്റെ എമേർജിങ് ഏരിയ എന്താണ്, അത് പഠിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സുകൾ എന്തൊക്കെയാണ്, എൻട്രൻസ് പരീക്ഷകൾ ഏതൊക്കെയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് ഒക്കെ നമ്മൾ പരിചയപ്പെടാൻ ആണ് ഈ ഒരു പെർട്ടിക്കുലർ സെഷൻ കൊണ്ട് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. കമ്മിങ് ടു കമ്പ്യൂട്ടർ സയൻസ്, ആദ്യത്തെ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യം വാട്ട് ഈസ് കമ്പ്യൂട്ടർ സയൻസ് എന്നൊരു ചോദ്യമായിരിക്കും. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ളത് കമ്പ്യൂട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ച് പറയുമ്പോൾ അത് കമ്പ്യൂട്ടറുകളെ കുറിച്ചുള്ള ഒരു പഠനം എന്ന രീതിയിൽ ഇനി പറയാൻ പറ്റില്ല. നേരെ മറിച്ച് നമ്മളിപ്പോ ടെലസ്കോപ്പിനെ കുറിച്ച് പറയുമ്പോൾ അത് യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂള് മാത്രമാണെന്ന രീതിയിൽ കമ്പ്യൂട്ടർ എന്നുള്ളത് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ടൂള് മാത്രം. അതായത് റിയൽ വേൾഡ് പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അത് പ്രോഗ്രാമർ അല്ലെങ്കിൽ കോഡർ എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിത്രമായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ കമ്പ്യൂട്ടർ സയൻസിൽ ഇനി മുതൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അത് ഹീസ് നോട്ട് മിയർ എ പ്രോഗ്രാമർ. ആ പ്രോഗ്രാമർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ട് മാറേണ്ടി വരികയും പ്രോഗ്രാമിംഗ് ഇപ്പോൾ ഏകദേശം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ക്ലൗഡ് പോലെയുള്ള AI തന്നെ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഏറ്റവും പ്രധാനപ്പെട്ട കടമ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് സൊല്യൂഷൻ പ്രൊവൈഡർ ആയിരിക്കുക എന്നുള്ളതാണ്. അതായത് സിസ്റ്റം ഡിസൈനർ ആവുക, സിസ്റ്റം ആർക്കിടെക്റ്റ് ആവുക എന്നുള്ള ഒരു ലെവലിലേക്ക് അദ്ദേഹം സ്വിച്ച് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സിസ്റ്റം എന്നുള്ള ഒരു സാധാരണ നമ്മൾ കേൾക്കുന്ന ഒരു പദത്തിൽ നിന്നും നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റം എന്നുള്ളതിൽ നിന്നും ഇന്റലിജന്റ് സിസ്റ്റം എന്നുള്ള മേഖലയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ ഒരു പക്ഷെ ഇന്നലെ പറഞ്ഞ പല വാക്കുകളുടെയും ഡെഫിനിഷൻസ് നമ്മൾ മാറ്റി പറയേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അത്രയും ആയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വൈ കമ്പ്യൂട്ടർ സയൻസ് ഈസ് ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണുന്ന വസ്തുക്കളിലേക്ക് തന്നെ നോക്കിയാൽ ഈ കമ്പ്യൂട്ടേഷനും അൽഗോരിതവും ഇല്ലാത്ത ഒരു ഡിവൈസും നമ്മുടെ ചുറ്റുപാടിലില്ല. അല്ലെങ്കിൽ നമ്മൾ റിയൽ വേൾഡിനെ ടോട്ടലി റീപ്ലേസ് ചെയ്യുന്ന ഒരു വിർച്വൽ വേൾഡ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ലോകത്ത് നൽകിയിട്ടുണ്ട്. ഇന്റർനെറ്റ് ടെക്നോളജി വഴിയും കമ്മ്യൂണിക്കേഷൻസിന്റെ ഡെവലപ്മെന്റ് വഴിയും ഒക്കെ നമ്മൾ റിയൽ വേൾഡിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിർച്വൽ വേൾഡിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് മാറിയിട്ടുണ്ട്. നമുക്കറിയാം സ്മാർട്ട് ഫോണുകളുണ്ട്, UPI ട്രാൻസാക്ഷൻസ് ഉണ്ട്, ഗൂഗിൾ മാപ്പ് ഉണ്ട്, ഡിജിറ്റൽ ഹെൽത്ത് കെയർ ഉണ്ട്, ഫിനാൻഷ്യൽ ടെക്നോളജി ഉണ്ട്, സ്മാർട്ട് ട്രാൻസ്പോർട്ടേഷൻസ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റ പ്രൊട്ടക്ഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ നമുക്ക് ഇട്ട് തുടങ്ങി. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെ മനസ്സിലേക്ക് ഇപ്പം ഒരു കരിയർ ഗൈഡ് എന്ന നിലയിൽ നമ്മളെ മനസ്സിലേക്ക് വരുന്ന ഒരു ചോദ്യം ഇതായിരിക്കും: കമ്പ്യൂട്ടർ സയൻസ് AI വന്നതോടുകൂടി കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും പൊതുവിൽ നമ്മൾ കേൾക്കുക. ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ പലർക്കും അങ്ങനെ തോന്നിയിരിക്കാം. പക്ഷെ ആ ചോദ്യം അബ്സല്യൂട്ട്ലി ഇറ്റ് ഈസ് വിതൗട്ട് സെൻസ്. അത് അർത്ഥമില്ലാത്ത ചോദ്യമാണ് ബേസിക്കലി. എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇല്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും എൻഹാൻസ് ചെയ്യുന്നതും. അപ്പൊ ആ ചോദ്യം ഒരർത്ഥത്തിൽ തെറ്റാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം AI നമ്മൾ ഇന്ന് കാണുന്ന പല ജോലിയെയും റീപ്ലേസ് ചെയ്യല്ലോ. പ്രോഗ്രാമർ എന്നുള്ള കോഡിങ് എന്ന ജോലി റീപ്ലേസ് ചെയ്യില്ലേ? അപ്പോ പല ജോലികളും നഷ്ടപ്പെട്ടു പോകില്ലേ? AI ഡെവലപ്മെന്റോട് കൂടി നമ്മൾ ഇന്ന് കാണുന്ന പല ജോലികളും നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡിലല്ല, എല്ലാ മേഖലയിലുള്ള ജോലികളും മാറ്റപ്പെടും. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ AI എന്നുള്ളത് ഇത് ഈസ് നോട്ട് ദ ലാസ്റ്റ് വേർഡ്. AI തന്നെ ധാരാളം ഡെവലപ്മെന്റ് ഇനിയും സാധ്യതയുണ്ട്. AI മോഡൽസുകളിൽ അതിന്റെ അൽഗോരിതവും ഡേറ്റാ സ്ട്രക്ചറും ഒക്കെ ഇനിയും മാറ്റി അതിനെ എൻഹാൻസ് ചെയ്യേണ്ട സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ AI സംബന്ധിച്ചിടത്തോളം AIക്ക് ഒരു സൊല്യൂഷൻ പറയാൻ പറ്റുമെങ്കിലും റൈറ്റ് സൊല്യൂഷൻ, മൾട്ടിപ്പിൾ സൊല്യൂഷൻസ് അതിന് പറയാൻ പറ്റുമെങ്കിലും റൈറ്റ് സൊല്യൂഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കില്ല് AIക്ക് ഇതുവരെ നേടാൻ പറ്റിയിട്ടില്ല. മാത്രമല്ല AIക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വെച്ചാൽ AI പറയുന്ന സൊല്യൂഷൻ റൈറ്റ് ആണ് എന്ന് പറയാനുള്ള ഒരു സ്കില്ല് പോലും AIക്ക് തന്നെ എത്തിയിട്ടില്ല. AIക്കകത്ത് തന്നെ ധാരാളം ഡെവലപ്മെന്റിന് സാധ്യതകളുണ്ട്. അപ്പൊ AI എന്ന് പറയുന്നത്
എന്തല്ല, ഇത് ലാസ്റ്റ് വേർഡ് അല്ല. എഐക്കകത്ത് തന്നെ ധാരാളം ഡെവലപ്മെന്റ് ഉണ്ട്. എഐയുടെ ഡേറ്റ അനലിറ്റിക്സ് മെത്തഡോളജിയിൽ ഇനിയും ധാരാളം ഡെവലപ്മെന്റ് ഉണ്ട്. എ റിലേറ്റഡ് മാത്തമാറ്റിക്കൽ ഏരിയയിൽ റിലേഷണൽ ഓൾജിബ്ര, അതുപോലെ കാൽക്കുലസ്, അത് പ്രോബബിലിറ്റി മേഖലയിലൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ എഐയിലേക്ക് ഇനിയും ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പോ എ ഐ എല്ലാറ്റിനും റീപ്ലേസ് ചെയ്യും എന്ന് പറയുന്നിടത്ത് എ ഐ തന്നെ ഫുൾ പ്രൂഫ് അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഈ മേഖലയിൽ ഇനിയും ധാരാളം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ എ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് മൾട്ടി ഡിസിപ്ലിനറി മേഖല, എ ഐ ഇല്ലാതെ, കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ ഒരു മേഖലയിലും ജോലിക്ക് ഇനി പ്രസക്തി ഇല്ലാതെയാവാൻ പോകുന്നൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ സബ്ജക്ട്. AI will not replace computer science എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി നമ്മൾ മേജർ ഏരിയാസ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്, IoT, ഗെയിം ഡെവലപ്മെന്റ്, വിർച്വൽ റിയാലിറ്റി, അങ്ങനെ കുറേ അധികം ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, DNA കമ്പ്യൂട്ടിംഗ്, അങ്ങനെ ധാരാളം മേഖലകളുണ്ട്. പക്ഷെ നമ്മൾ എമേർജിങ് ഏരിയ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പുതിയ പുതിയ കരിയേഴ്സ് ഉണ്ട്, സാധ്യതകളുണ്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ. പ്രത്യേകിച്ചും ജനറേറ്റീവ് AI. നമുക്കറിയാം ജനറേറ്റീവ് AI എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന കമ്പ്യൂട്ടർ സയൻസിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ക്രിയേറ്റീവ് AI ആയിട്ട് മാറുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ്. AI എന്ന് വെച്ചാൽ നമുക്ക് കവിത ജനറേറ്റ് ചെയ്യാൻ പറ്റും, കഥ എഴുതാൻ പറ്റും. AI തന്നെ കഥ എഴുതും, കവിത എഴുതും, ഇമേജ് ജനറേറ്റ് ചെയ്യും, ഒരു കഥയ്ക്ക് പറ്റിയ ഇമേജ് ജനറേറ്റ് ചെയ്യും, അതിന് പറ്റിയ വീഡിയോ ജനറേറ്റ് ചെയ്യും, അതിന് പറ്റിയ ഒരു സോങ് ജനറേറ്റ് ചെയ്യും, മ്യൂസിക് ജനറേറ്റ് ചെയ്യും. ഇതെല്ലാം ജനറേറ്റീവ് AI എന്നുള്ളൊരു കൺസെപ്റ്റ് വളർന്നു വരുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ജനറേറ്റീവ് AI നോക്കി കാണുമ്പോൾ അവിടെ ഇനിയും സാധ്യതകളുണ്ട്. എന്ന് വെച്ചാല് ഇപ്പോഴുള്ള AI മോഡലുകൾ, പ്രത്യേകിച്ച് LLM ഉൾപ്പെടെയുള്ള ജനറേറ്റീവ് AI മോഡലുകൾ എടുത്തു കഴിഞ്ഞാൽ അത് ഒരു ഓൾറെഡി ഉള്ള സിസ്റ്റത്തിന്റെ ഒരു പാറ്റേണിനെ മിമിക് ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഇനിയും ധാരാളം ഡെവലപ്മെന്റിന്റെ സാധ്യതയുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് AI-യോട് ഒരു കവിത എഴുതാൻ പറയുകയാണെങ്കിൽ ഇന്ന് വരെ എഴുതപ്പെട്ട, അതിൽ ട്രെയിൻ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന കവിതകളുടെ ഒരു പാറ്റേണിലുള്ള ഒരു പുതിയ കവിത അത് നൽകുമായിരിക്കും. പക്ഷെ AI-ക്ക് സ്വന്തമായിട്ട് ഒരു പുതിയ ഒരു കവിതയുടെ ഒരു സ്ട്രക്ചർ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. AI ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകൾ, അതിന് ട്രെയിൻ ചെയ്യാൻ നൽകിയിരിക്കുന്ന ഇമേജുകളുടെ പാറ്റേണിലുള്ള ഒരു പുതിയ ഇമേജ് അതിന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നല്ലാതെ ഇമേജ് ജനറേഷനിൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് മെത്തേഡിൽ ഒരു ഇൻവെൻഷൻ, ഒരു ഇന്നോവേറ്റീവ് ഐഡിയ കൊണ്ടുവരാൻ എനിക്ക് ഇപ്പോഴും പറ്റില്ല. അപ്പൊ ഈ കറണ്ട് AI-യുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് അതിന് ഒരു പാറ്റേൺ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ പാറ്റേണിനെ മിമിക് ചെയ്യാനുള്ള സ്ട്രെങ്തേ ഉള്ളൂ. അല്ലാതെ ഒരു ക്രിയേറ്റീവ് തിങ്കിങ് AI-ക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഇമോഷൻസിനെ അഡ്രസ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഇതുവരെ AI-ക്ക് വന്നിട്ടില്ല. അപ്പൊ AI മേഖലയിൽ, ജനറേറ്റീവ് AI മേഖലയിൽ അത് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യും, കഥ എഴുതും, കവിത എഴുതും, പാട്ട് എഴുതും, അതുപോലെ ഇമേജ് ജനറേറ്റ് ചെയ്യും ഒക്കെ നമ്മൾ പറയുമ്പോഴും ആ മേഖലയിൽ ഇനിയും ധാരാളം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. മറ്റൊരു മേഖലയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് ലെഡ്ജറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഡേറ്റാ ബേസ് എന്നുള്ള കൺസെപ്റ്റിനെ ടോട്ടലി റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ഒരു കൺസെപ്റ്റാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത അത് ഒരേ സമയം ട്രാൻസ്പെറന്റ് ആണ്, അതേപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ പ്രൊട്ടക്ഷൻ. സാധാരണഗതിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നം, ട്രാൻസ്പെറൻസി നിൽക്കും തോറും ഡേറ്റ പ്രൊട്ടക്ഷൻ കുറയും, ഡേറ്റ പ്രൊട്ടക്ഷൻ കൂട്ടും തോറും, എൻക്രിപ്ഷൻ കൂട്ടും തോറും ട്രാൻസ്പെറൻസി കുറയും. പക്ഷെ ഈ രണ്ട് പ്രോബ്ലത്തെയും അഡ്രസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. അതിനകത്ത് തന്നെ ധാരാളം സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതേപോലെ ഓട്ടോണമസ് വെഹിക്കിൾസ്, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ്, ഗ്രീൻ കമ്പ്യൂട്ടിംഗ്, എഡ്ജ് കമ്പ്യൂട്ടിംഗ് ഇപ്പോൾ ഏറ്റവും ഇമേർജിംഗ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. അതായത് ഒരു കാലത്ത് നമ്മൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ അല്ലെങ്കിൽ ഹൈ പവർ കമ്പ്യൂട്ടറുകളായിരുന്നു ഒരു ഓർഗനൈസേഷൻ ഉപയോഗിച്ചിരുന്നത്.
പിന്നെ അതിനെ സ്കെയിൽ ചെയ്യും തോറും ആ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള കപ്പാസിറ്റി വളരെ കുറഞ്ഞു പോകുന്ന അതായത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്ര കോസ്റ്റ്ലി ആയി മാറുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഈ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടിംഗ് അല്ലെ സെർവർ കമ്പ്യൂട്ടിംഗ് ഒരു ഓർഗനൈസേഷൻ അകത്തുള്ള കമ്പ്യൂട്ടിംഗ് മാറ്റിയിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള മേഖലയിലേക്ക് പോയത്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വന്നതോടുകൂടി എല്ലാ ഓർഗനൈസേഷനും അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ക്ലൗഡിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങുകയും അവരെ കോസ്റ്റ് കട്ട് ചെയ്യാനും അവർക്ക് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് സാധ്യമാക്കാനും പറ്റി. പക്ഷെ പിന്നെ വരുന്നത് ഈ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പൊ നമുക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു പ്രോബ്ലം പെട്ടെന്ന് സോൾവ് ചെയ്യണമെങ്കിൽ ഈ നെറ്റ്വർക്കിന്റെ സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന് സാധ്യമല്ലാതെ വന്നു. ഉദാഹരണമായിട്ട് ഒരു ഓട്ടോണമസ് വെഹിക്കിള് റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു കുട്ടി അതിന് മുന്നിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇമേജിനെ പ്രോസസ്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ ക്ലൗഡിൽ പോയിട്ട് ഇന്റർനെറ്റ് വഴി ക്ലൗഡിൽ പോയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോ ആ ഒരു പ്രോബ്ലം ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യണം. ആ ഒരു പ്രശ്നത്തെ അഡ്രസ് ചെയ്യാനാണ് പിന്നെ നമ്മൾ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് വന്നത്. എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലത്തെ അതിന്റെ പിന്നെ സോഴ്സിൽ തന്നെ ഡാറ്റ എവിടുന്ന് കിട്ടുന്നു അവിടെ തന്നെ പ്രോസസ്സ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം വളരെ ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ മേക്കിംഗ് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരു പേസ് മേക്കർ ഒരാളുടെ ബോഡിക്കകത്ത് ഘടിപ്പിച്ച ആളുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഡേറ്റയ്ക്ക് അടിസ്ഥാനമായിട്ട് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാം. അത് നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ പിന്നെ ക്ലൗഡിനെ ക്ലൗഡ് യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലൗഡിനെ അറ്റാച്ച് ചെയ്ത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഡിവൈസുകൾക്കും അവിടെ തന്നെ അതിന്റെ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് എഡ്ജ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ ഈ മേഖലയിലും ധാരാളം സാധ്യതകൾ നിൽക്കുന്നുണ്ട്. അത് 5G നെറ്റ്വർക്ക് വന്നതോടുകൂടെ നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടെ. അപ്പൊ 5G മേഖലയിലും ധാരാളം സാധ്യതയുണ്ട്. 5G മറ്റുള്ള ഒരു നെറ്റ്വർക്കിന് വ്യത്യസ്തമാകുന്നത് അതിന്റെ ബാൻഡ് വിഡ്ത്ത് ആണ്, അതിന്റെ സ്പീഡാണ്. സ്പീഡ് കിട്ടാൻ വേണ്ടി പല ടെക്നിക്കുകളും അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കും. ഉദാഹരണത്തിന് മീമോ എന്ന് പറഞ്ഞിട്ട്, അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നുള്ള ഒരു സിസ്റ്റം, അതായത് ഹൺഡ്രഡ്സ് ഓഫ് ആന്റിനാസ് ഒരേ സമയം തന്നെ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. അതേപോലെ സാധാരണഗതിയിൽ നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂസറിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും അത് കിട്ടും. പക്ഷെ ആ ഒരു പെർട്ടിക്കുലർ മൊബൈൽ ഫോണിന് മാത്രം അതിന്റെ ഫ്രീക്വൻസിയെ ഡിക്രിപ്റ്റ് ചെയ്ത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. പക്ഷേ ഡേറ്റ എല്ലായിടത്തേക്കും പാസ് ചെയ്യുന്ന രീതിയായിരുന്നു നേരത്തെ ഉണ്ടാവും. 5Gക്കകത്ത് വരുമ്പം അത് യൂസർ സ്പെസിഫിക് ആയിട്ട് സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാനും ആ യൂസറിലേക്ക് മാത്രം എത്തുന്ന രീതിയിലേക്ക് ഡേറ്റ പാസ് ചെയ്യാനും പറ്റുന്നതോടുകൂടെ 5Gയുടെ സ്പീഡ് ഭയങ്കരമായിട്ട് കൂടി. ആ ഒരു അഡ്വാൻറ്റേജ് 5G പ്രൊവൈഡ് ചെയ്തു. ഈ എഡ്ജ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ 5Gയിലുള്ള ഡെവലപ്മെന്റ് അത്യാവശ്യം. അതേപോലെ തന്നെ IoT ഡിവൈസ് ധാരാളം ഡേറ്റ ജനറേറ്റ് ചെയ്യുന്നു. ഈ ധാരാളം ഡേറ്റ ജനറേറ്റ് ചെയ്യുമ്പോൾ ഈ ഡേറ്റ എല്ലാം കൂടെ നെറ്റ്വർക്ക് വഴി നമുക്ക് ക്ലൗഡിലേക്ക് എത്തിച്ചേർന്ന് പ്രോസസ്സ് ചെയ്യുമ്പോൾ രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന് നെറ്റ്വർക്ക് ട്രാഫിക്, മറ്റ് ക്ലൗഡിന്റെ പ്രോസസ്സിംഗ് സ്പീഡ്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാം പിന്നെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞിരിക്കുന്ന IoTയും 5Gയും എഡ്ജ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റമാണ് പുതിയ കാലത്ത് വരുന്നത്. അപ്പോ തീർച്ചയായിട്ടും കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടം പോലെ ജോലി സാധ്യതകൾ ഉണ്ട്. പക്ഷെ അവരെങ്ങനെ കമ്പ്യൂട്ടർ സയൻസിനെ അവർ സമീപിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വ്യത്യാസമാണ് ഏറ്റവും പ്രധാനമായിട്ടും ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. പുതിയ കാലത്ത് കമ്പ്യൂട്ടർ സയൻസിൽ ആവശ്യമായിട്ട് സ്കിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് കോഡിങ്. അത് കോഡിങ് അല്ല, നേരെ മറിച്ച് നമുക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവുക. പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ്ലി ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാവുക. ഈ ക്രിയേറ്റിവിറ്റി എന്നത് AI ഇതുവരെ വന്നിട്ടില്ല. AI ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, AI ഇപ്പോഴും പാറ്റേൺ മിമിക്കാണ്. അതായത് ഒരു കവിതകളുടെ പാറ്റേണിനെ മിമിക് ചെയ്ത് പുതിയ കവിത ഉണ്ടാക്കുന്നു. ഓൾറെഡി ട്രെയിൻ ചെയ്യപ്പെട്ട ഇമേജുകളുടെ പാറ്റേൺ ഉപയോഗിച്ച് പുതിയ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നു എന്നതിനപ്പുറം ക്രിയേറ്റിവിറ്റി, ഇപ്പം ഒരു പുതിയ കവി ഒരു പുതിയ സ്റ്റൈലിൽ കവിത എഴുതുമ്പോൾ അവിടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്.
ഒരാൾ ഒരു ചിത്രം വരക്കുന്നതിന് പുതിയൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പുതിയൊരു സ്റ്റൈൽ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ദർ ഇസ് ക്രിയേറ്റിവിറ്റി. പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഇതുവരെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വന്നില്ല. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ടത് വേണ്ടത് ഒന്ന് പ്രോബ്ലം സോൾവിങ് സ്കില്ലും ലോജിക്കൽ തിങ്കിങ് സ്കില്ലും അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ ഉള്ളത് ഡേറ്റ ലിറ്ററസിയും AI ലിറ്ററസിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ അതിന് ഇന്റർപ്രിറ്റ് ചെയ്യാനും ഡേറ്റ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് അത് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ അനലിറ്റിക്സ് മേഖലയിൽ. മറ്റൊന്ന് AI ലിറ്ററസി, AI ഏജന്റുകളെ യൂസ് ചെയ്യാനും AI പിന്നെ LLMകളെ കൃത്യമായിട്ട് പ്രോംപ്റ്റ് ചെയ്യാനും ഒക്കെയുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ കണ്ടിന്യൂസ് ലേണിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരു പരിധി വരെ പഠിച്ചിട്ട് അവിടെ നിർത്തി പോകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് അല്ല കമ്പ്യൂട്ടർ സയൻസ്. അതിന്റെ പുതിയ പുതിയ ടെക്നോളജീസ് വരുന്നതിനനുസരിച്ച് അത് പഠിക്കാനും അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കരിയർ മേഖലയെ കുറിച്ച്, ഈ കമ്പ്യൂട്ടർ സയൻസിലെ കരിയർ മേഖലയെ കുറിച്ച് റെജിൻ സർ സംസാരിക്കും. കമ്പ്യൂട്ടർ സയൻസ്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരോട് കുട്ടികൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബിടെക് എന്ന് പറയുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കോഴ്സായിരിക്കും. അതല്ലാതെ ബിടെക് അല്ലാതെ നമുക്ക് എന്ത് കോഴ്സ് കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാമെന്ന് നിരന്തരമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കും. വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിൽ കുട്ടികൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഇന്ന് മിക്ക കുട്ടികളും ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ 4 വർഷം ഒന്നും പഠിക്കാൻ വേണ്ടി അവർ തയ്യാറല്ല. അവർക്ക് വേണ്ടത് 1 വർഷമോ 2 വർഷമൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ ചെറിയ കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പെട്ടെന്ന് നല്ലൊരു സാലറി ഉള്ളൊരു ജോലിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് മിക്ക കുട്ടികളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാ കോഴ്സുകളെ പറ്റിയും കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ് നമ്മുടെ ബിടെക് കോഴ്സ്. പിന്നെ ഒന്ന് സ്വാഭാവികമായിട്ടും കുട്ടികളുടെ ഭാഗത്ത് ഒരു ചോദ്യം ഉണ്ടാകും, ഇത് പറയേണ്ട കാര്യമില്ല എന്നാലും പറയാം. ബി കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കർണാടകത്തിൽ, തമിഴ്നാട്ടിലൊക്കെയാണ് BE ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉള്ളത്. പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇതിൽ ബിടെക്കും BE ഒക്കെ പറയുന്ന സമയത്ത് ബേസിക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിന് പുറമെ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ് തുടങ്ങിയ നിരവധി സ്പെഷ്യലൈസേഷൻ കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ചോദിക്കാറുണ്ട്, ബേസിക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് ബിടെക് വിത്ത് AI എടുക്കുന്നതല്ലേ, അല്ലെങ്കിൽ ബിടെക് വിത്ത് മെഷീൻ ലേണിംഗ് എടുക്കുന്നതൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ നമ്മൾ കുട്ടികളോട് പറയാനുള്ള കാര്യം, ഇത്തരം കോഴ്സുകളൊന്നും മോശമാണെന്നല്ല. കമ്പ്യൂട്ടർ സയൻസിൽ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ സെക്കൻഡ് വെച്ചിട്ട് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് കുട്ടികൾക്കൊരു ബേസ് ഉണ്ടാക്കിയിട്ട്, ഏറ്റവും നല്ലത് ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെ എടുത്തിട്ട് പിന്നീട് കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ട് ധാരാളം കോഴ്സ് ഒക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ കോഴ്സ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ധാരാളം അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കോഴ്സ് എടുത്തുകൊണ്ട് പിന്നീട് മാറുന്നത്, ഇപ്പൊ ചിലപ്പോൾ ഇന്ന് അവർ കോഴ്സ് ചെയ്യുമ്പോഴുള്ള സ്പെഷ്യലൈസേഷനുള്ള ട്രെൻഡ് ആയിരിക്കില്ല വരുന്നൊരു അടുത്തൊരു 4 വർഷം കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ആ സമയത്തിനനുസരിച്ച് കൊണ്ട് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ അപ്പോൾ എടുക്കുക എന്നൊക്കെ സൂചിപ്പിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സ്പെഷ്യലൈസേഷൻ ഇന്നുള്ള ട്രെൻഡ് വെച്ചിട്ട് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു 3-4 വർഷം കഴിയുന്ന സമയത്ത് അതിന്റെ ജോലി സാധ്യത എന്താണെന്ന് നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പോകും. പിന്നെ BSc കമ്പ്യൂട്ടർ സയൻസിന്റെ BCA ഉണ്ട്, ഇതൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. ഡിപ്ലോമ കോഴ്സുകളുണ്ട്, ITI കോഴ്സുകളുണ്ട്, BVOC കോഴ്സ് മിക്കവരും കേട്ട് കാണും. BVOC എന്ന് പറയുന്ന കോഴ്സ്, BVOC കോഴ്സ് കേരളത്തിൽ തന്നെ പല കോളേജുകളിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് പുറമെ CUET വഴിയൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ BVOC ഇൻഫർമേഷൻ ടെക്നോളജിയും അതുപോലെ തന്നെ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നൊക്കെ പറയുന്ന കോഴ്സ് അവൈലബിൾ ആണ്. ഒന്ന് BVOC കോഴ്സുകളെ പറ്റി വളരെ ചുരുക്കി പറയാം. 3 വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സാണ് BVOC കോഴ്സ് എന്ന് പറയുന്നത്. BVOC കോഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ് എന്നുള്ളതാണ് BVOC കോഴ്സിന്റെ ഒരു പ്രത്യേകത. കാരണം ജോയിൻ ചെയ്ത് 6 മാസം കൊണ്ട് കുട്ടിക്ക് മതിയായി എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടിക്ക് അവിടെ ഇത് നിർത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്, പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട് എന്നുള്ള കാര്യം കുട്ടികളോട് സൂചിപ്പിക്കുക. 6 മാസം കഴിഞ്ഞ് നിർത്തുകയാണെങ്കിൽ അവർക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടും അതിൽ. ഇനി 1 വർഷം കഴിഞ്ഞിട്ടാണ് അവർ നിർത്തുന്നതെങ്കിൽ അവർക്കൊരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കഴിഞ്ഞിട്ടാണ് നിർത്തുന്നതെങ്കിൽ അഡ്വാൻസ്ഡ് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി 3 വർഷം കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് BVOC ഡിഗ്രി അവാർഡ് ചെയ്തിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും കിട്ടുക. അപ്പം ധാരാളം കമ്പനികളൊക്കെ പ്രാക്ടിക്കൽ സ്കില്ലുള്ള ആൾക്കാരെയാണ് തിരയുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും പ്രാക്ടിക്കൽ സ്കില്ലിനും അതേപോലെ തന്നെ
ഇന്ന് ജോബ് മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു കോഴ്സാണ് BO കോഴ്സ് എന്ന് പറയുന്നത്. അതിന് പുറമെ ധാരാളം ഷോർട്ട് ടേം കോഴ്സുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായിട്ടും അല്ലാതെ ഹൈബ്രിഡ് മോഡുകളിലൊക്കെ ആയിട്ട് ധാരാളം ഷോർട്ട് ടേം കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മാസീവ് ഓപ്പൺ മൂക്ക് കോഴ്സുകൾ അവരെ പരിചയപ്പെടുത്താം. പിന്നെ IIT-യുടെ NPTEL നാഷണൽ പ്രോഗ്രാം ഓൺ ടെക്നോളജി എൻഹാൻസ്മെന്റ് പ്ലാറ്റ്ഫോം വേണമെങ്കിൽ അവർക്ക് പരിചയപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെ ഇന്ന് +2 കുട്ടികൾക്ക് മിക്ക സ്കൂളുകളിലും ചിലപ്പോൾ മെമ്പർ ആയിരിക്കും. IIT മദ്രാസ് നടത്തുന്ന സ്കൂൾ കണക്ട് എന്ന് പറയുന്ന പ്രോഗ്രാമിന് അവർക്ക് വേണമെങ്കിൽ പരിചയപ്പെടുത്തി കൊടുക്കാം. ഇപ്പൊ വേണമെങ്കിൽ അവർക്ക് നമുക്കത് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് മിക്ക സ്കൂളുകാരും IITM കണക്റ്റിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും, അവർക്ക് സ്കൂളുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ ഏകദേശം 20ഓളം ഇൻക്ലൂഡിങ് സൈബർ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഒക്കെ ഉൾപ്പെടുന്ന 20ഓളം കോഴ്സുകൾ ഇപ്പൊ കുട്ടികൾക്ക് +2 പഠിക്കുന്ന കുട്ടികൾക്ക് 4 ആഴ്ച 8 ആഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾക്ക് കുട്ടികൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. 500 രൂപ മാത്രമാണ് ഫീസ് അതിൽ വരുന്നത്. IIT മദ്രാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അവർക്ക് കിട്ടും. പിന്നെ ഹൈബ്രിഡ് മോഡ് കോഴ്സുകളുണ്ട്, ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ മിക്സ് ആയിട്ട് ചെയ്യാൻ പറ്റിയ കോഴ്സുകളുണ്ട്. പിന്നെ സ്വയം പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്താം, കോഴ്സ്റ, ഉഡമി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ. കാരണം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ധാരാളം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതേപ്പറ്റിയൊക്കെ കുട്ടികൾക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ് സാറേ. ഓക്കെ, പിന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം വരുന്നത് പഠിക്കാൻ ഏറ്റവും നല്ല സ്ഥാപനം ഏതാണ് എന്നുള്ളതായിരിക്കും അടുത്ത ചോദ്യം. അപ്പൊ നമുക്ക് ഏറ്റവും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസത്തിന് ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന സ്ഥാപനം എന്ന് പറയുന്നത് IIT, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തന്നെയാണ്. അപ്പൊ ഇനി IIT എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത വരുന്ന ചോദ്യം എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് IIT ഏതെന്നായിരിക്കും. അപ്പൊ നമ്മൾ വെറുതെ എവിടെന്നെങ്കിലും കേട്ടത് വെച്ചിട്ട് IIT മദ്രാസ് ആണ് നല്ലത് അല്ലെങ്കിൽ IIT ഡൽഹി ആണ് നല്ലത് എന്ന് നമ്മൾ വെറുതെ പറയാതെ നമുക്ക് NIRF റാങ്കിങ് ഒക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. വെറുതെ ഗൂഗിളിലൊക്കെ NIRF റാങ്കിങ്, ഇതൊക്കെ എല്ലാവർക്കും പരിചിതമായിരിക്കും, എന്നാലും ഒന്ന് പറഞ്ഞു പോവാം. NIRF റാങ്കിങ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഓരോ മേഖലയിലുള്ള സ്ഥാപനങ്ങളെ പല ക്രൈറ്റീരിയ വെച്ച് വിലയിരുത്തിക്കൊണ്ട് റാങ്ക് ചെയ്തിരിക്കുന്നത് അവിടെ കാണാം. അപ്പോൾ അവിടെ NIRF റാങ്കിങ് അനുസരിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളെ കോഴ്സിലോട്ട് അല്ല സ്ഥാപനങ്ങളിലോട്ട് നമുക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓരോ സ്ഥാപനവും അതിന്റെ NIRF റാങ്കിങ്ങും കൂടെ ചേർത്തിട്ടുണ്ട്. ഓക്കെ, IIT മദ്രാസ്, IIT ഡൽഹി, ബോംബെ, കാൺപൂർ പോലുള്ള 10 IIT-കൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും വരുന്ന കാര്യമാണ് NITs എന്ന് പറയുന്നത്. ഇപ്പൊ NITസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വേണ്ടിയുള്ള NIT-കളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് കമ്പ്യൂട്ടർ സയൻസിൽ മുൻനിരയിൽ നിൽക്കുന്ന NIT തിരുച്ചിറപ്പള്ളി, NIT ട്രിച്ചി, NIT റൂർക്കല്, പിന്നെ നമ്മുടെ കാലിക്കറ്റ് ക്യാമ്പസ് ഉണ്ട്, NIT കാലിക്കറ്റ് എന്ന് പറയുന്ന ഓൾ ഇന്ത്യയിൽ NIT 21ാമത്തെ റാങ്കിങ്ങിൽ വരുന്നതാണ് NIT കാലിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള NIT-കളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. എല്ലാ NIT-കളുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഓക്കെ, ഓക്കെ. പിന്നെയുള്ളൊരു സ്ഥാപനമാണ് IIIT എന്ന് പറയുന്നത്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനം. പൂർണ്ണമായിട്ടും കമ്പ്യൂട്ടർ സയൻസ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ഒരു IIIT നമ്മുടെ കോട്ടയത്തുണ്ട്. അതിന്റെ റാങ്കിങ് എന്ന് പറയുന്നത് 101നും 100നും 150നും ഇടയിലാണ് IIIT കോട്ടയത്തിന്റെ റാങ്കിങ് വരുന്നത്. 3 or 4 BTech കോഴ്സുകൾ IIIT കോട്ടയത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈബർ സെക്യൂരിറ്റി അടക്കമുള്ള BTech കോഴ്സുകൾ IIIT കോട്ടയത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന IIIT എന്ന് പറയുന്നത് IIIT ഹൈദരാബാദ് ആണ്. പിന്നെ IIIT ഡൽഹി, IIIT അലഹബാദ്, അതിന്റെ കൂടെയും NIRF റാങ്കിങ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈറ്റ് ഒന്ന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കുട്ടികളെയും കൂടെ ശീലിപ്പിക്കുക. അപ്പൊ നമുക്ക് നമ്മൾ കുറെ ഭാഗം നമ്മൾ സേഫ് ആവും. ഏത് കോളേജാണ് നല്ലതെന്നൊക്കെ കുട്ടികൾക്ക് തന്നെ സ്വയം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു കാര്യത്തിലോട്ട് വരും. പിന്നെ ഒന്നാണ് നമ്മുടെ കേരളത്തിലുള്ള ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ്. കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് NIRF റാങ്കിങ്ങിന് പകരം KIRF റാങ്കിങ് വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം. KIRF റാങ്കിങ് നമുക്ക് അവിടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. KIRF റാങ്കിങ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലുള്ള ടോപ്പ് 13 കോളേജസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം, TKM എഞ്ചിനീയറിംഗ് കോളേജ്, രാജഗിരി, ഇവിടെ നോക്കിയാൽ കാണാം. അപ്പൊ ഇത്തരം കോളേജുകളെ നമുക്കൊന്ന് നമ്മൾ പെട്ടെന്ന് അല്ലെങ്കിൽ KTയുടെ ഒക്കെ സൈറ്റിൽ, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്രാഞ്ച് വൈസ് ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസിൽ മുന്നിൽ നിൽക്കുന്ന കോളേജ് ഏതാണ് അതനുസരിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക്സിൽ മുന്നിൽ നിൽക്കുന്ന കോളേജ് ഏതാണെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് KTയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നൗഷാദ് സാറേ.
ഓക്കെ, ഇനി നമ്മൾ എൻട്രൻസ് അടുത്ത് എക്സാംസ് പരിചയപ്പെടുന്നത്, ഹലോ, സ്ലൈഡ് മാറിയില്ല സാറേ? സ്ലൈഡ് മാറി. ഓക്കെ. അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് എൻട്രൻസ് പരീക്ഷകളെ പറ്റിയിട്ടാണ്. പ്രധാന സാറേ സൗണ്ട് മെയിൻ ബ്രേക്ക് വഴി ആവുന്നുണ്ടോ? ഹലോ സാറേ, ഇപ്പൊ ഓക്കെ ആയോ? സൗണ്ട് ഹലോ, ബ്രേക്ക് ആയോ? ഓക്കെ. ഓക്കെ. ജെഇ മെയിനും അതേപോലെ തന്നെ ജെഇ അഡ്വാൻസ്ഡും ആണ്. ഇപ്പൊ ജെഇ മെയിൻ വഴി പ്രവേശനം നേടാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് NITs ആണ്. NIT ഉണ്ട്, ചില ഗവൺമെന്റ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് GFTIs ഉണ്ട്. പിന്നെ ഒന്ന് നീലിറ്റ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT എന്ന് പറയുന്ന സ്ഥാപനം കോഴിക്കോടല്ല, നിരവധി നീലിറ്റുകളുണ്ട്. ഈ കോഴിക്കോട് നീലിറ്റിൽ BTech ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതിലോട്ട് പ്രവേശനം വരുന്നത് ജെഇ മെയിൻ വെച്ചിട്ടാണ്. പിന്നെ ജെഇ അഡ്വാൻസ്ഡ് എന്ന് പറയുന്നത് ജെഇ മെയിൻ ക്വാളിഫൈ ചെയ്യുന്ന 2.5 ലക്ഷം ആൾക്കാരാണ് ജെഇ അഡ്വാൻസിലോട്ട് പോകുന്നത്. അവിടെ വരുന്നത് IIT-കള്, പിന്നെ അതേപോലെ തന്നെ IISc കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ഇല്ല. പിന്നെ ജെഇ അഡ്വാൻസ് വഴി വരുന്നത് IIT-കള്, പിന്നെ വരുന്നത് പിന്നെ IISc പോലുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് നോർമലി ജെഇ അഡ്വാൻസ്ഡ് സ്കോർ നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റൊന്നാണ് CUET എന്ന് പറയുന്നത്, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. CUET-ലെ ധാരാളം കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BSc കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BCA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, BTech കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇന്റഗ്രേറ്റഡ് MTech കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ BVOC സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആൻഡ് IT എന്ന് പറയുന്ന കോഴ്സ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊന്ന് കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. പിന്നെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, അതായത് പ്രൈവറ്റ് മേഖലയല്ല, സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടോട് കൂടിയൊക്കെ വർക്ക് ചെയ്യുന്ന ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് എന്ന് പറയുന്ന സ്ഥാപനം നമുക്ക് ബിറ്റ്സാറ്റ് എൻട്രൻസ് എക്സാം വഴി കുട്ടികൾക്ക് അവിടെ പ്രവേശനം നേടാവുന്നതാണ്. കാരണം ഇന്ന് കുട്ടികൾ പലപ്പോഴും ക്യാമ്പസ് സെലക്ട് ചെയ്യുന്നത് വർക്ക് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസുകളാണോ എന്നൊക്കെ നോക്കിക്കൊണ്ടാണ്. അതായത് ക്യാമ്പസിനകത്ത് തന്നെ ഒരു സമയം കഴിയുമ്പോൾ കമ്പനിക്കാർ അവരുമായിട്ട് ടൈപ്പ് ആവും. ഇത് കുട്ടികളെ ക്യാമ്പസിനകത്ത് വെച്ച് തന്നെ ട്രെയിൻ ചെയ്തുകൊണ്ട് കുട്ടികളെ കമ്പനിക്ക് വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ വർക്ക് ഇന്റഗ്രേറ്റഡ് ക്യാമ്പസുകൾ പെട്ട ഒരു ക്യാമ്പസാണ് ബിറ്റ്സാറ്റ് എന്ന് പറയുന്നത്. SRM JEE, തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് SRM എന്ന് പറയുന്നത്. SRM JEE എന്ന് പറയുന്നുണ്ട്. പിന്നെ കർണാടകയിലുള്ള 2 എൻട്രൻസ് എക്സാമുകളാണ് COMEDKയും അതേപോലെ തന്നെ KSETും എന്ന് പറയുന്നത്. കർണാടകയിലുള്ള മാനേജ്മെന്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു എക്സാമാണ് COMEDK എന്ന് പറയുന്നത്. പിന്നെ കർണാടകയിലുള്ള ഗവൺമെന്റ് കോളേജിലോട്ട് നടത്തുന്ന എക്സാമാണ് KSET എന്ന് പറയുന്ന എക്സാം. അത്തരം എക്സാമുകളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താം. പിന്നെ സിംബിയോസിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ എൻട്രൻസ് എക്സാം ഉണ്ട്, അമൃതയുടെ എൻട്രൻസ് എക്സാം ഉണ്ട്. ഇത്തരത്തിലുള്ള എൻട്രൻസ് എക്സാമുകൾ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അതിന്റെ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ് കുട്ടികളെ. പിന്നെ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇതിലോട്ടൊന്നും പോകുന്നില്ല എന്നല്ല, പക്ഷെ നമ്മുടെ കേരളത്തിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന 2 എൻട്രൻസ് എക്സാമുകളാണ്, ഒന്ന് കീമും കുസാറ്റ് കാറ്റും. കുസാറ്റിനെ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാം എന്ന് മെൻഷൻ ചെയ്യുന്നതിലുപരി ഇറ്റ്സ് എ നാഷണൽ ലെവൽ എൻട്രൻസ് എക്സാമിനേഷൻ. പക്ഷെ നമ്മുടെ കേരളത്തിലുള്ള കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മളവിടെ സ്റ്റേറ്റ് ലെവൽ എൻട്രൻസ് എക്സാമിന്റെ കാറ്റഗറിയിൽ കുസാറ്റിനെ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ കീമിനെ പറ്റി എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാര്യമാണ്, അപ്പൊ കൂടുതൽ പറയേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പൊ കീം എന്താണ്, അത്തരം കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ കുസാറ്റ് കാറ്റ് ഉണ്ട്. കുസാറ്റ് കാറ്റിനകത്ത് BTech പ്രോഗ്രാമുകൾക്കും അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകൾക്കുമാണ് കുസാറ്റ് കാറ്റ് ഉള്ളത്. അവിടെ ഈ വർഷം മുതൽ BTech ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്, BTech ഇൻ IT ഉണ്ട്. പിന്നെ കുസാറ്റിന്റെ 2 ക്യാമ്പസുകളെ ഒന്ന് പരിചയപ്പെടുത്താം. മെയിൻ ക്യാമ്പസും അതേപോലെ തൃക്കാക്കരയുള്ള മെയിൻ ക്യാമ്പസും അതേപോലെ തന്നെ കുട്ടനാടുള്ള ഒരു ക്യാമ്പസുമാണ് വരുന്നത്. പിന്നെ ഉള്ളത് ആഫ്റ്റർ ഗ്രാജുവേഷനുള്ള എൻട്രൻസ് എക്സാമുകളെയും കുട്ടികൾക്ക് നമുക്ക് ചെറിയ തോതിൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. LBS കേരള നടത്തുന്ന MCAക്ക് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. പിന്നെ മറ്റൊന്ന് വരുന്നത് CUET PG ആണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യാനുള്ള എൻട്രൻസ് എക്സാമിന്. പിന്നെ വരുന്നത് ഗേറ്റ് ആണ്, ഗ്രാജുവേറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. MTech പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ, അല്ലെങ്കിൽ MS പ്രോഗ്രാമിനുള്ള അഡ്മിഷൻ, അല്ലെങ്കിൽ
എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിക്കുള്ള PhD ഡയറക്റ്റ് അഡ്മിഷനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഗേറ്റ് എന്ന് പറയുന്നത്. പിന്നെയുള്ള എക്സാം ആണ് ജാം, ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നോർമലി IIT-കളിലും IISc-കളിലും MSc അല്ലെങ്കിൽ ജോയിന്റ് MSc PhD പ്രോഗ്രാമുകൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജാം എന്ന് പറയുന്ന എൻട്രൻസ് എക്സാം നടത്തുന്നത്. പിന്നെ എന്താണ് നിംസെറ്റ് എന്ന് പറയുന്ന എൻട്രൻസ് എക്സാമിനേഷൻ. NIT-കളിൽ MCA അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എഴുതേണ്ട ഒരു എക്സാം ആണ് നിംസെറ്റ് എന്ന് പറയുന്ന എക്സാമിനേഷൻ. സാറേ വന്നില്ലേ ഹലോ, വന്നില്ലേ സാറേ? ഞാൻ ചേഞ്ച് ചെയ്തല്ലോ. വന്നു. ഓക്കെ. പിന്നൊന്ന്, ഇതൊരു സ്ലൈഡിൽ ഒതുക്കേണ്ട കാര്യമല്ല. ഒരു കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ എന്തൊക്കെ ജോബ് റോൾസ് ആണ് അവിടെ ഉള്ളത്. കുട്ടികൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ പോസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ അവിടെ എന്ത് ജോലിയായിരിക്കും ചെയ്യേണ്ടി വരിക, എന്തൊക്കെ ജോലികളാണ് അവിടെ ഉള്ളത് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നിനെ പറ്റി പറയാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ആപ്ലിക്കേഷൻ ഡെവലപ്പർ പോലുള്ള നിരവധി പോസ്റ്റുകളുണ്ട്. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന മേഖലയുണ്ട്. നെറ്റ്വർക്കിംഗ് ആൻഡ് സിസ്റ്റംസ്, ഡാറ്റ ആൻഡ് ഡാറ്റാബേസ് കരിയേഴ്സ്, പിന്നെ എമേർജിംഗ് ടെക്നോളജീസ്. സാറ് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ചതുപോലെ ബ്ലോക്ക് ചെയിൻ, അതുപോലെ തന്നെ IoT പോലുള്ള നിരവധി മേഖലകൾ. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റി അഷ്യൂറൻസ് പോലുള്ള മേഖലകളുണ്ട്. ഫ്രീലാൻസ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ്, ഇപ്പൊ സ്വന്തമായിട്ടൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി മേഖലകളെ പറ്റി കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. ദെൻ പ്രൈവറ്റ് മേഖലയിൽ ഉപരി കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കീഴിലും സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിലൊക്കെയുള്ള തൊഴിലവസരങ്ങളെ പറ്റി കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. ISRO-യിലുള്ള സയന്റിസ്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയർ പോസ്റ്റ്, DRDO സയന്റിസ്റ്റ്. ഈ ISRO സയന്റിസ്റ്റ് ഒക്കെ, സയന്റിസ്റ്റ് B ഗ്രേഡ് എന്ന് പറയുന്നത് എല്ലാ വർഷവും BTech കമ്പ്യൂട്ടർ സയൻസ് ക്വാളിഫിക്കേഷൻ മാത്രം വെച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു എക്സാം ആണ്. വെറും 80 ക്വസ്റ്റ്യൻ മാത്രം ഉള്ള ഒരു എക്സാം ആണ് ISRO സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. നിസ്സാരമായിട്ടൊരു 80 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞതല്ല, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരത്തിലുള്ള പരീക്ഷകൾ, അത് വേറെ ഒരു ക്വസ്റ്റ്യനും അതിനകത്ത് യോജിക്കില്ല. കമ്പ്യൂട്ടർ സയൻസ് മാത്രം ഉൾപ്പെട്ടുകൊണ്ടുള്ള 80ഓളം ചോദ്യങ്ങളുള്ള എക്സാം ആണ് ISRO സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. DRDO സയന്റിസ്റ്റ് ഉണ്ട്, NIC ഉണ്ട്, NIC സയന്റിസ്റ്റ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഓഫീസർ, CDAC പ്രൊജക്ട് എഞ്ചിനീയർ, ഇന്ത്യൻ റെയിൽവേയിൽ അവസരങ്ങളുണ്ട്, ബാങ്കിലുള്ള IT ഓഫീസർ, UPSC സിവിൽ സർവീസ് പോലുള്ള എക്സാമുകൾ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് എഴുതാം. പിന്നെ സ്റ്റേറ്റ് PSC-യുടെ ധാരാളം ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്. ഇത്തരം ടെക്നിക്കൽ പോസ്റ്റുകളെ പറ്റിയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തും. ചിലപ്പോൾ നമ്മളെ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചേഴ്സ് ഒക്കെ ചിലപ്പോൾ HSC ആവുന്നതിന് മുമ്പൊക്കെ വേറെ ചില പോസ്റ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവും. അത്തരം ഒരു വ്യക്തിയുടെ അനുഭവങ്ങളൊക്കെ കുട്ടികളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ടീച്ചിങ് ആൻഡ് റിസർച്ച് മേഖലയിലൊക്കെ പോകുന്നതാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ടീച്ചർ, അസിസ്റ്റന്റ് പ്രൊഫസർ, റിസർച്ച് അസിസ്റ്റന്റ്, PhD സ്കോളർ പോലുള്ള ഇത്തരം കാര്യങ്ങളെ പറ്റിയും കൂടെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. പിന്നെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന റിക്രൂട്ടേഴ്സിന് അല്ലെങ്കിൽ MNC കമ്പനികളെ കുട്ടികളെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. TCS, ഇൻഫോസിസ്, വിപ്രോ പോലുള്ള. കാരണം ഇതൊക്കെ നമുക്ക് ചിലപ്പം ചെറിയൊരു സമയം കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ കുട്ടികൾ ചോദിക്കും TCS-ൽ എന്ത് ജോലിയാണ്, അല്ലെങ്കിൽ ഇൻഫോസിസിൽ എന്താണ്, ഈ രണ്ട് കമ്പനികൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ കുട്ടികൾ ചോദിക്കാം. അപ്പൊ അവരെ നമ്മുടെ അവിടെ പ്രേരിപ്പിക്കേണ്ട കാര്യം, ഇത് അവരെ ഓരോ കമ്പനികളെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കാൻ വേണ്ടി കുട്ടികളോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒക്കെ ഒന്ന് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അല്ലാതെ നമുക്ക് ഇതേപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെറിയൊരു സമയം കൊണ്ട് കുട്ടികൾക്ക് മുഴുവനായിട്ടും പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് സാധ്യമായിട്ടുള്ള കാര്യമില്ല. അപ്പൊ ഇത്തരം കമ്പനികളെ പറ്റി വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരം കമ്പനികളെ പറ്റി കുട്ടികൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. പിന്നെ ചിലപ്പം വെക്കേഷൻ സമയത്തൊക്കെ കമ്പ്യൂട്ടർ സ്കില്ല് അല്ലെങ്കിൽ AI സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ധാരാളം കോഴ്സുകളുണ്ട്. അത്തരം കോഴ്സുകൾ ചിലപ്പോൾ ചില കുട്ടികൾ പറയും ഓൺലൈനായിട്ടൊന്നും പറ്റില്ല, ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന കോഴ്സുകൾ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടർ സയൻസ് മേഖലയിൽ നിരവധി കോഴ്സുകളുണ്ട്. അപ്പൊ അതിൽ ഏതാനും ചില കോഴ്സുകൾ മാത്രമാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് സാറേ, ക്വസ്റ്റ്യൻസിന് നമ്മൾ ലാസ്റ്റ് ആൻസർ ചെയ്യാം കേട്ടോ. O level നീലിറ്റ് ഉണ്ട്, അങ്ങനെ A level നീലിറ്റ്. അപ്പൊ ഇതിലൊക്കെ 10ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് യോഗ്യതയുള്ള കോഴ്സുകളുണ്ട്, +2 യോഗ്യതയുള്ള കോഴ്സുകളുണ്ട്, ITI യോഗ്യതയുള്ള കോഴ്സുകളുണ്ട്, ഡിപ്ലോമ യോഗ്യതയുള്ള കോഴ്സുകളുണ്ട്,
ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഡ് ഓൺ കോഴ്സ് ചെയ്യാൻ പറ്റിയ കോഴ്സുകൾ അതെല്ലാം ഉൾപ്പെട്ടതാണ് കുറച്ച് കോഴ്സുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ സൈബർ സെക്യൂരിറ്റി തുടങ്ങി നിരവധി കോഴ്സുകൾ നീലിറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇതിനൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം കൂടെ ഒന്ന് കുട്ടികളെ ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. നീലിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഷോർട്ട് ടേം കോഴ്സുകൾക്ക് പോലും നീലിറ്റ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ഒന്ന് കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കാവുന്നതാണ്. പിന്നെ ഒന്നാണ് ഈ ഒരു കോഴ്സ്, ഏറ്റവും ലാസ്റ്റുള്ള ഒരു കോഴ്സ് നമുക്കൊന്ന് കുട്ടികളൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താം. ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോഴ്സ്. നമ്മൾ കുട്ടികളൊന്നും ചിലപ്പോൾ അധികം കേൾക്കാൻ സാധ്യതയില്ലാത്ത കോഴ്സുകളാണ് ഇത്തരം കോഴ്സുകൾ. ഇതേപ്പറ്റി ഒന്ന് കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താവുന്നതാണ്. സോ അടുത്ത സെഷൻ മുതൽ വരുന്നത് നമ്മുടെ കുട്ടികളിപ്പോ കേരളത്തിലെ കാറ്റൊക്കെ കുട്ടികൾക്ക് മടുത്തു തുടങ്ങി. അവര് ബാംഗ്ലൂരേക്ക് പോയിരുന്ന ഒരു കാലത്ത്, അതും അടുത്ത് ഇപ്പം ജർമ്മനിയിലേക്കും റഷ്യയിലൊക്കെ പോയി തുടങ്ങുകയാണ്. ഇപ്പോൾ അബ്രോഡ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകൾ നൗഷാദ് സാർ വീണ്ടും തുടരുന്നതാണ്. അബ്രോഡ് സ്റ്റഡീസിൽ കമ്പ്യൂട്ടർ സയൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് QS റാങ്കിങ് വഴിയാണ്. QS റാങ്കിങ് ബേസ് ചെയ്തിട്ട് നമുക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ MIT, അതുപോലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, കാർണീജി മെലൺ യൂണിവേഴ്സിറ്റി ഒക്കെയാണ് ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അതുപോലെ സിംഗപ്പൂരിലുള്ള NUS, യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ്, ഇപ്പൊ UK-യില് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഓക്സ്ഫോർഡ്, പിന്നെ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച്, ETH സൂറിച്ച്, ടൊറന്റോ യൂണിവേഴ്സിറ്റി, ചൈനയിലാണെങ്കിൽ സിൻഹ, അതുപോലെ പെക്കിംഗ് യൂണിവേഴ്സിറ്റി, ഇത് രണ്ടും വളരെ ഫേമസ് ആണ്. ഓസ്ട്രേലിയയിലെ മെൽബൺ യൂണിവേഴ്സിറ്റി, സിഡ്നി യൂണിവേഴ്സിറ്റി, പിന്നെ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റി, ജപ്പാനിലാണെങ്കിൽ ടോക്കിയോ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ടോക്കിയോ ആൻഡ് ക്യോട്ടോ യൂണിവേഴ്സിറ്റി. അബ്രോഡ് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ +2 ശേഷം അബ്രോഡ് പഠിക്കണം എന്ത് ചെയ്യും? ഏറ്റവും പ്രധാനപ്പെട്ടത് അവരൊക്കെ ഈ സ്ഥാപനങ്ങളൊക്കെ അക്കാദമിക് പെർഫോമൻസ്, പ്രത്യേകിച്ചും മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കമ്പ്യൂട്ടർ സയൻസിലൊക്കെയുള്ള പെർഫോമൻസ് ഇവർ ഇവാലുവേറ്റ് ചെയ്യും. രണ്ടാമത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ചില സ്ഥാപനങ്ങൾ IELTS, TOEFL പോലെയുള്ള എക്സാംസ് ക്ലിയർ ചെയ്യണം. പിന്നെ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബേസിസ് SAT, സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അമേരിക്കൻ കോളേജ് ടെസ്റ്റിംഗ് പോലെയുള്ള ടെസ്റ്റുകൾ എഴുതണം അണ്ടർ ഗ്രാജുവേറ്റിന്. മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ GRE പോലെയുള്ള ടെസ്റ്റുകൾ എഴുതണം. അതിന്റെ കൂടെ SOP എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കുട്ടി ഒരു കോളേജിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ കോഴ്സിന് ഈ കോളേജിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് കുട്ടി കൃത്യമായിട്ട് പറയണം. ആ ഒരു SOP നോക്കിയാൽ ആ സ്ഥാപനത്തിന് മനസ്സിലാവും ഈ കുട്ടി ഈ പെർട്ടിക്കുലർ ഏരിയയിൽ എത്രത്തോളം ഇൻട്രസ്റ്റഡ് ആണ്, ഓൾറെഡി അവൻ എത്രത്തോളം ഈ മേഖലയിൽ ധാരണയുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. SOP വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസിൽ പ്രധാനമായിട്ട് എഴുതുക, എന്തുകൊണ്ട് ഞാൻ ഈ പെർട്ടിക്കുലർ കരിയർ സെലക്ട് ചെയ്യുന്നു, എന്തുകൊണ്ട് ഞാൻ ഈ പെർട്ടിക്കുലർ സ്ഥാപനം സെലക്ട് ചെയ്യുന്നു തുടങ്ങി വളരെ കൃത്യമായിട്ട് കുട്ടി പറയണം. അതാണ് SOP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ റെക്കമെൻഡേഷൻ എന്നുള്ള LOR, ലെറ്റർ റെക്കമെൻഡേഷൻ, ഇത് ഒരു പൊളിറ്റിക്കൽ റെക്കമെൻഡേഷൻ അല്ല, നേരെ മറിച്ച് പഠിക്കുന്ന സ്ഥാപനത്തിലെ മേധാവിയോ ഡീനോ അല്ലെങ്കിൽ ടീം ലീഡോ ഒക്കെ പ്രൊവൈഡ് നൽകുന്ന റെക്കമെൻഡേഷൻ വളരെ ടെക്നിക്കൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആയിരിക്കും. അതുപോലെ അക്കാദമിക് ട്രാൻസ്ക്രിപ്ഷൻസ്, സർട്ടിഫിക്കറ്റ്സ് പറഞ്ഞാൽ കുട്ടിയുടെ അക്കാദമിക് റെക്കോർഡ്സ്, അവൻ അച്ചീവ് ചെയ്ത് സർട്ടിഫിക്കറ്റ്സ്, അവന്റെ റെസ്യൂമെ, പോർട്ട്ഫോളിയോ, അവൻ ചെയ്തിരിക്കുന്ന വർക്കുകൾ, അവൻ പബ്ലിഷ് ചെയ്ത പേപ്പറുകൾ, അവന്റെ പ്രൊജക്ട് വർക്കുകൾ, ഇതെല്ലാം അവർ ഇവാലുവേറ്റ് ചെയ്യും. അതിന് ഏറ്റവും അവസാനം പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ സപ്പോർട്ട്, അവന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ബാങ്കിലുള്ള എമൗണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, അവന് സ്കോളർഷിപ്പ് അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെ, ലോൺ അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ ഇവാലുവേറ്റ് ചെയ്യും. നമ്മൾ നിർത്താൻ പോവാണ്. സ്കോളർഷിപ്പുകൾ കുറെ അധികം ഉണ്ട്, ഞാൻ ധാരാളം പറയുന്നില്ല. NIELIT പ്രോത്സാഹൻ പുരസ്കാർ, അതുപോലെ AICTE പ്രഗതി, AICTE തന്നെ സാക്ഷ്യം, AICTE സനത് തുടങ്ങിയ സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിലുള്ള ഈ പറഞ്ഞിരിക്കുന്ന SC ST OBC കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളുണ്ട്. അതുപോലെ മെറിറ്റ് 1GCയുടെ മെറിറ്റ് സ്കോളർഷിപ്പ് ഉണ്ട്. ഫിനാൻഷ്യലി പുവർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിച്ചിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ സമയം അവസാനിക്കുന്നു, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. എമിനന്റ് പേഴ്സണാലിറ്റീസ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇന്ത്യക്കാരെയാണ് നമ്മളിവിടെ ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത്. നന്ദൻ നീലഗിനി നിങ്ങൾക്ക് അറിയാം, നാരായണമൂർത്തിയെ അറിയാം, സുന്ദർ പിച്ചെ, സത്യ നദലയെ ഒക്കെ പരിചയമുണ്ട്. ജെഫ്രി ഹെൻഡനെയോ സാം ആൾട്ട്മാനെയോ ഒന്നും നമ്മൾ മറക്കുന്നില്ല. അതിന്റെ കൂടെ തന്നെ ഇന്ത്യക്കാരെയും ലോകത്തിലെ തന്നെ വലിയ സ്ഥാപനങ്ങളുടെ ലീഡ് ചെയ്യുന്ന ആളുകളാണെന്നുള്ള കാര്യം, അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആണെന്നുള്ള കാര്യം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും നന്നായിരിക്കും.
കമ്പ്യൂട്ടറിന്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇന്റർ ഡിസിപ്ലിനറി ആണ്. അതായത് എല്ലാ മേഖലയിലും, ഇപ്പൊ ബയോളജി ആണെങ്കിലും മെഡിസിൻ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും എല്ലാ മേഖലയിലും നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് കുട്ടികൾക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കുട്ടികൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം പഠിക്കാതെ അതിന്റെ കൂടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡൊമൈൻ അഡീഷണൽ NEP ഒക്കെ വെച്ച് പഠിക്കാൻ സാധ്യതയുള്ള കാലത്ത് ഏതെങ്കിലും ഒരു അനദർ ഡൊമൈനും കൂടെ പഠിച്ചിട്ട് രണ്ടിലും കൂടി സ്കിൽഡ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജോലിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇനിയുള്ള കാലത്ത് കോഡിംഗ് എന്നുള്ളത് ഒരു ജോലിയല്ല, അത് AI ചെയ്തിരിക്കും. നമുക്ക് വേണ്ടത്, സ്റ്റുഡൻസിന് വേണ്ടത് സ്ട്രോങ് മാത്തമെറ്റിക്കൽ ഫൗണ്ടേഷൻസ് ആണ്, അതുപോലെ ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. AI റെഡി ആയിരിക്കണം നമ്മൾ കുട്ടികൾ. അതുപോലെ ഈ പ്രോബ്ലം സോൾവിങ് എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. കോഡിംഗ് എന്നല്ല, സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്, സിസ്റ്റം ആർക്കിടെക്റ്റുകളാവുക എന്നുള്ളതാണ്. കമ്പനികൾ ഒരു പക്ഷേ പ്രോഗ്രാമേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നൊരു പ്രശ്നം ഉണ്ടായിരിക്കാം. പക്ഷെ ഓരോ കുട്ടിക്കും സ്വന്തം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ AI വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ കുറെ പ്രോഗ്രാമേഴ്സിന്റെ ആവശ്യമില്ല. കുറച്ച് കുട്ടികൾ ചേർന്നിട്ട് ഒരു ടീം ബിൽഡ് ചെയ്തിട്ട് അവർക്ക് AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കമ്പനികൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടികൾ സാധിക്കും എന്നുള്ള കാര്യം കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. താങ്ക് യു വെരി മച്ച്.